എത്ര കൂലിന്ന് അറിയാം? 25 പൈസ. 25 പൈസയോ? എങ്ങനെ വയനാട്ടിലെത്തിയേ? നീ എങ്ങനെയാ വയനാട്ടിലെത്തിയേ? അവരൊക്കെ നേരത്തെ യാത്രയായി പോയി. ഇനിയിപ്പോ എന്നെയും കൊണ്ടുപോയി കൂട്ടുകാരും കണ്ടുമുട്ടിയ നിമിഷം. എവിടെ അതുപോലെ തന്നെ പൊന്നുവിന്റെ വീടിന്റെ ഏറ്റവും തൊട്ടിപ്പുറത്തെ വീട്. അപ്പൊ അങ്ങനെയാ വഴി കണ്ടുപിടിച്ചതോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ടോ, കുഞ്ഞിപ്പെണ്ണ് സെറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ ആണോ? ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരോ ഞങ്ങളെല്ലാം സെറ്റ് ആയിരിക്കും. കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുമ്പോഴാണ് നമ്മളെ കാത്തൊരാൾ വന്നത്. ആരാന്ന് വെച്ചാല് എന്നെയും പൊന്നൂനെയും കുഞ്ഞിലേ തൊട്ട് നോക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ കുഞ്ഞു കഴിവിന് അത്രയൊക്കെ ഉള്ളപ്പോ പൊന്നൂനെ നോക്കിയിട്ടുണ്ട്, എന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരെ നോക്കിയിട്ടുള്ള ഒരു അമ്മച്ചിയാണ്. നമ്മുടെ വീടിനടുത്തുള്ള അമ്മച്ചി കേട്ടോ. അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ആ അമ്മച്ചി മമ്മീനോട് അടുക്കളയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാണിച്ചു തരാനാണ് ഇവിടുത്തെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇവിടുത്തെ അമ്മേന്റെ, അതായത് പപ്പയുടെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അമ്മച്ചി. നമ്മുടെ പപ്പയുടെ അമ്മ ഇപ്പൊ ഇല്ല. അപ്പൊ അമ്മേന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മച്ചി കേട്ടോ. ഇതാണ് അമ്മച്ചി, മറിയക്കുട്ടി അമ്മച്ചി കേട്ടോ ഞങ്ങള് വിളിക്കുന്നേ. കുഞ്ഞാവേനെ എടുത്തോണ്ട് നടന്നതാ അല്ലെ? എന്നെ എടുത്തോണ്ട് നടന്ന അമ്മച്ചിയാണ്. ഞങ്ങളെ രണ്ടുപേരും എടുത്തിട്ടുള്ള അമ്മച്ചി കേട്ടോ. നടന്ന അപ്പൊ ഈ പരുവത്തേക്ക് നമ്മുടെയൊക്കെ കൈ കിട്ടിയതാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. കുഞ്ഞിലെ പരുവത്തിൽ വന്നു. അന്നേരം വരെ എടുക്കണതാ. 3 മാസം ആയപ്പോ വന്നപ്പോ എടുത്തോണ്ട് എല്ലാം എടുത്തോണ്ട് നടന്ന. അതായത് പൊന്നൂനെ എന്നെ അമ്മച്ചി എടുത്ത കേട്ടോ. എന്താ വെച്ചാല് നീ വരുന്ന കുഞ്ഞിപ്പെണ്ണ് ചാടും കേട്ടോ. നമുക്ക് പോകാം. നീ കുഞ്ഞിലെ മുതലും പിന്നെ മറിയക്കുട്ടി അമ്മച്ചിയാ നോക്കിയത്. 3 മാസമായപ്പോ ഇവിടെ വന്നപ്പോ മുതല് മറിയക്കുട്ടി അമ്മച്ചിയാണ് നോക്കിയത്. ഇവിടുത്തെ പണികളും പിന്നെ കൊച്ചിനെ നോക്കും, കാപ്പി ഊരി പറിക്കാൻ പോകും, നെല്ല് പുഴുങ്ങി ഉണങ്ങല്, കറിക്ക് അരിഞ്ഞ് തരും. പണിക്കാര് കുറെ പേരില്ലേ. ഇവിടെ കുറെ പണിക്കാരുള്ളപ്പോ അമ്മയ്ക്ക് എന്നെ നോക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ മറിക്കുട്ടി അമ്മച്ചിയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നേ. അതുപോലെ തന്നെ പൊന്നുവിന്റെ വീടിന്റെ ഏറ്റവും തൊട്ടിപ്പുറത്തെ വീട്. അപ്പുറത്തെ വീടാണ് അമ്മച്ചിന്റെ കേട്ടോ. അപ്പുറത്തെ അമ്മ അങ്ങനെ അപ്പുറത്തമ്മ നട്ടുവിട്ടുന്നേ മറിക്കുട്ടി അമ്മച്ചീനെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അമ്മേന്റെ അതായത് ഇവിടുത്തെ നമ്മുടെ പപ്പയുടെ അമ്മ. ഞങ്ങള് പഠിച്ചു നോക്കണ മരിച്ചു പോയ അവളാണ് ഒട്ടക്കാരി കുടുംബത്തെ വളച്ചു വിട്ടവരാ. ഞാൻ അന്നൊന്നും ഇപ്പൊ ഇല്ലടിയോ ആർക്കും. അഞ്ചൊക്കെ തന്നെ ഈ പരുവത്തിൽ എന്നെ കൊണ്ടിരിച്ചു ഞങ്ങൾ പഠിച്ചു പോകും. നോക്കാൻ എന്റെ ചോദിച്ചാൽ വരുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിച്ച് വീട്ടിലെ പണി എടുക്കണം, കൊച്ചിനെ നോക്കണം. അവരൊക്കെ നേരത്തെ യാത്രയായി പോയി. എന്റെ അച്ഛന്റെ അമ്മയാണ് എല്ലാവരും ഫ്രണ്ട്സ് ആണ്. എല്ലാവരും പഠിക്കു പോവല്ലേ. അപ്പുറത്തെ തള്ളയും ഞാനും. അതുപോലെ തന്നെ നമ്മുടെ പപ്പയുടെ അമ്മ, അതായത് ഇവിടുത്തെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു കേട്ടോ. ഇവര് പണ്ട് നാട്ടിൽ എറണാകുളത്തായിരുന്നു. നാട്ടിന്ന് ഓട്ട് കമ്പനിയില്, ആ കമ്പനിയില് ഇവിടുത്തെ അമ്മയും ഈ അമ്മച്ചും ഒരുമിച്ച് പണിയെടുത്തോണ്ടിരുന്ന കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ അമ്മേനെ ഇവിടുത്തെ അപ്പം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ അമ്മച്ചീനെയും താഴത്തേക്ക് ഇവിടെ കെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പൊ എല്ലാരും എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൂടി കയറി വന്നതാണ് കൂട്ടുകാരെ. പണിയെടുത്തത് ഓരോന്നും പറഞ്ഞു പോയിക്കോല് വെച്ചിട്ട് എന്നെ അടിച്ചു. അന്ന് ഉടുക്കാൻ തുണിയില്ല, കണ്ട വട്ടത്തുണിയൊക്കെ ഉടുത്തോട്ട് കിടക്കാൻ.
അത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ വഴി കണ്ടുപിടിച്ചു. വഴി കണ്ടുപിടിച്ചതോ? വഴി കണ്ടുപിടിച്ച കഥയൊക്കെ പറയുന്നത് നാട്ടില് കുന്നും മലയൊക്കെ കയറി കിടക്കും. എറണാകുളത്തായിരുന്നു കേട്ടോ. എറണാകുളത്ത് എവിടെയായിരുന്നു സ്ഥലം? വെട്ടിത്തറ, മൂവാറ്റുപുഴ താലൂക്ക്. മൂവാറ്റുപുഴ താലൂക്ക് വെട്ടിത്തറ. വെട്ടിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ. ഇവിടത്തെ അമ്മ രണ്ടുപേരും ഒരു സ്ഥലത്തല്ലായിരുന്നോ? ഞങ്ങൾ അതിലൊക്കെ കയറാം. ആ ഇവരൊക്കെ അയൽവക്കക്കാരായിരുന്നു കേട്ടോ. അവിടുന്ന് അപ്പൊ ഈ അമ്മായി കൊണ്ടുപോയി വഴി എന്നെ കാണിച്ചു തന്നിട്ടോ. ഞാൻ ഈ വൈക്കൊക്കെ ചോദിച്ചാൽ നീ അതെടുത്തില്ല വരുമ്പോഴത്തേക്കും വെള്ളവും എല്ലാം അമ്മ വഴക്ക് പറഞ്ഞ കാര്യം പറയുന്നത് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന കഥയാണ്. ചളിക്കുട്ടി അമ്മച്ചീന്റെ അമ്മ വഴക്ക് പറഞ്ഞ കാര്യം പറയണേ. സന്ധ്യ കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ഒറ്റ പൊക്കും. വേറെ സന്ധ്യയായി. അപ്പം കൊണ്ടുവന്നിട്ട് പണിക്ക് പോയിരിക്കണം. അത് സന്ധ്യയായേ വരുള്ളൂ. മെല്ലെ അവിടുത്തെ കയറി പെരയുടെ പൊക്കത്തേക്ക് കുന്നാക്കട കയറി ഒരു മാട്ടക്കട ചാടിയിട്ട് വേണം വഴിയിലേക്ക് ഇറങ്ങാൻ. ആ മാട്ട കയറി നേരെ ഈ തൊണ്ടി ചാടി വെച്ച് പിടിച്ച് കുറേ ഒരു വയലിൽ ഇറപ്പി ചെന്നപ്പോൾ ഇത് തോർത്ത് പോയി കരിയും മണ്ണൊക്കെ ആ തോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ കല്ലയിലിട്ട് കുത്തിപ്പോയി വട്ടം ചീറ്റിക്കൊണ്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അമ്മായി വൈക്കോല് തല്ലിക്കൊണ്ടിരിക്കുന്നു ഉച്ചത്ത്. അച്ഛന് തലയ്ക്ക് സ്ഥിരമില്ല. ആ മക്കളൊക്കെ പോയിരിക്കുക. ഒരു സന്ധ്യ കഴിഞ്ഞ വരുള്ളൂ. രണ്ടാണ്ടും ഒരു പെണ്ണുമാണ്. ഞാനിങ്ങനെ കയറി ചെന്നു. സന്ധ്യ വിളക്ക് വെച്ചു. 6 മണി 6:30 ആ ഇങ്ങനെ കയറി ചെന്ന് മുറ്റത്തിരുന്ന് ഇങ്ങനെ തിണ്ണയിലെ അരിയിൽ ഒരു തൂണുണ്ട്. ആ തൂണെ പിടിച്ചോണ്ട് നിൽക്കുക. ഞാൻ ഈ തൂണെ പിടിച്ചു. നീ എപ്പോഴാ? ഞാൻ നീ തന്നെയാണ് വന്നത്? ഞാൻ തന്നെയാണ്. എന്നാ പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടാണോ? കള്ളത്തരം വീട്ടിൽ പറഞ്ഞ തന്നെയായി. അമ്മ വഴക്കിച്ച് അന്വേഷിച്ച് നടക്കുക. എന്നെ അന്വേഷിച്ച് നടക്കും. അപ്പത്തമ്മേന്റെ അമ്മ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്ക് അപ്പത്തമ്മ അപ്പത്തമ്മേന്റെ അമ്മേന്റെ അടുത്തേക്ക് വിളിച്ചോടി വൈക്കോലും കൊണ്ട് അടിച്ചിട്ട് വിഷമായിട്ട്. അപ്പം രാത്രി 7:30 മണി ആയപ്പോഴത്തേക്ക് അപ്പം വന്ന് കള്ളുകൂടിയൊക്കെ കഴിഞ്ഞ് കുടുംബത്തേക്ക് എത്തുള്ളൂ. അമ്മ അങ്ങനെ കഴിയില്ല. പെണ്ണിനെ കണ്ടില്ല. ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരടി വെച്ച് കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന നാട്ടിൽ ഒഴിച്ച് രാത്രി അമ്മായിയുടെ വീട്ടിലൊക്കെ പോവാ. അമ്മച്ചിയുടെ കഥകളൊക്കെ ഉണ്ടല്ലോ. അമ്മച്ചിയുടെ കഥകളൊക്കെ അമ്മച്ചി പറഞ്ഞു. ഈ അച്ഛൻ ധരിക്കാത്തരുന്ന് പറയാം. പെട്ടിപ്പുറത്ത് തലയ്ക്ക് സ്ഥിരമില്ല. അങ്ങനെ ഇതും ഇല്ല. അങ്ങനെ അച്ഛനെ ഇരുന്നു വീട്ടിൽ പറയാതെയാ പോകുന്നെങ്കിൽ പറഞ്ഞു വിടണ്ടിയിരുന്നു. അവള് വീട്ടിൽ പറഞ്ഞോ. രാത്രി 8 മണിയായപ്പോ അപ്പം വന്നപ്പോ പെണ്ണിനെ കണ്ടില്ല. അങ്ങോട്ടാ പോയെന്നറിയില്ല. ലാസ്റ്റ് പിന്നെ വിളിച്ചു. പെങ്ങളെ വിളിച്ചു. അപ്പൻ പെണ്ണങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. പെണ്ണെന്നെ വിളിക്കും. അവളിവിടെ ഉണ്ടാ. ഒരു സന്ധ്യയായി ഇവിടെ വരുമ്പോ നേരം വെളുത്ത് വെട്ടം വെച്ചപ്പോഴത്തേക്ക് അപ്പനും അമ്മേടെ അന്വേഷിച്ചു. അവിടെ വന്നു പിടിച്ചോണ്ട് പോന്നു. പിന്നെ എന്ത് ചെയ്തു?
അപ്പൊ ഇവിടുത്തെ അമ്മയുണ്ട്. ഇവിടുത്തെ അമ്മ മണി പണിയെടുത്തോണ്ട് നടക്കും, മണിയൊക്കെ നടക്കണം. 2 ദിവസം കഴിഞ്ഞു ഇപ്പൊ എന്നെയും കൊണ്ടുപോയി. കൂട്ടുകാരും കണ്ടുമുട്ടിയ നിമിഷം. എവിടെ കമ്പനിയില് അമ്മയില്ലേ കമ്പനിയില് രണ്ടുപേരും കണ്ടുമുട്ടിയ ഓട് കമ്പനി ഇവിടുത്തെ അമ്മ ഓട്ട് കമ്പനി ഓടുണ്ടാക്കുന്ന കമ്പനിയിലെ ഓട്ട് കമ്പനിയില് ഓട്ടുണ്ടാക്കണ കമ്പനി ഉണ്ട്, അവിടെ കൊണ്ടുപോയി. അപ്പൊ ഇവിടുത്തെ അമ്മയും ഈ അമ്മച്ചിയും രണ്ടുപേരും ഒരു ഓടുണ്ടാക്കുന്ന കമ്പനിയിലാണ് വെച്ച് ആദ്യമായിട്ട് കണ്ടത്, ജോലി ചെയ്തിരുന്നത്. അപ്പൊ അമ്മ നേരത്തെ പോയി ചേർന്നതാ. അമ്മ നേരത്തെ പോയി ചേർന്നു അവിടെ നേരത്തെ തൊട്ടേ അവിടെ ജോലി ചെയ്തു. അമ്മ നല്ലോണം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ? നമുക്ക് എഴുത്തും വായനയൊക്കെ അറിയൊക്കെ ചെയ്യും. നമുക്ക് എഴുത്തും വായനയൊന്നുമില്ല. അത് നമ്മുടെ നല്ലോണം വായിക്കും, നല്ലോണം വായിക്കും. നമ്മുടെ ഇവിടുത്തെ അമ്മയ്ക്ക് നല്ല അവിടുന്ന് പിന്നെ അവിടെ കൊണ്ട് ചേർത്ത് വികാസം മണ്ണും കോട്ട കയറ്റി നടപ്പുക. ഏത് പുസ്തകം വായിക്കും, ഏത് പേപ്പർ എല്ലാം അരിച്ചു പറക്കി വായിക്കും. 5 മണിയാകുമ്പോഴത്തേക്കും പണി നിർത്തും. എത്ര കൂലിന്ന് അറിയാം? 25 പൈസ. 25 പൈസയോ? ഇപ്പോഴത്തെ പൈസയല്ല, ഒരു ദിവസം 25 പൈസക്ക് വേണ്ടിട്ട് 25 ആണ്. 28 ചക്രമാണ് 1 രൂപ. അന്ന് ചക്ര കണക്കല്ലേ, 8 ചക്ര എത്രയൊക്കെ. നമ്മള് പണിയാ പൈസ ഒന്നും നമുക്ക് കിട്ടൂല, അത് കാര്യക്കാര് മേടിച്ചു. അപ്പം മേടിച്ചോളൂ. എന്നെ മര്യാദ പഠിപ്പിക്കാൻ കൊണ്ടുപോയി ചേർത്ത്. നാളിക്കുട്ടി അമ്മച്ചി വൈക്കോല് അല്ലേന് പോയതിന്റെ പ്രതിഷേധം അപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ കണ്ടുമുട്ടി. അപ്പോഴാണ് ഫ്രണ്ട്സ് ആയി ഇവിടുത്തെ അമ്മച്ചി. ഭയങ്കരം കൂട്ടുകാരിയായിരുന്നു. ഇവിടെയൊക്കെ വന്നിട്ടും അമ്മയും ഈ അമ്മച്ചിയും കൂടെ കൂടിയിട്ടാണ് ധ്യാനത്തിന് പോണേ. എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളില് എവിടെയൊക്കെ പോയേ, കൊറേ ദൂരെയൊക്കെ പോയല്ലോ. എന്റെ അപ്പനും ഈ അമ്മയുടെ അപ്പനും ഒക്കെ ഒരു കൂട്ടുകാരാ, അവര് തമ്മിൽ കൂട്ടുകാരാ. ആ കെയറോപ്പിലാണ് നമ്മളെ അവിടെ പിടിച്ച് അടക്കി. അവര് തമ്മിൽ രണ്ടും ഈ കമ്പനിയിലാ പണി, വോട്ട് കമ്പനിയിലാ പണി. പിന്നെ മണി നോക്കൂലോ, ഓരോ പണിക്ക് ഓരോരുത്തരെയാണ്. അപ്പൊ എങ്ങനെ വയനാട്ടിലെത്തിയേ? നീ എങ്ങനെയാ വയനാട്ടിലെത്തിയേ? നീ എങ്ങനെയായി വയനാട് പുൽപ്പള്ളിയിൽ വന്നെത്തി? കോഴിക്കോട് എന്നെ വണ്ടിയേറ്റി കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് ദൈവം കൊണ്ടുവന്ന് എത്തിച്ചു. 10 വയസ്സുള്ളപ്പോ നാട്ടിൽ നിന്ന് പോന്നതാ. 10 വയസ്സുള്ളപ്പോഴോ? ആ, എനിക്ക് 10 വയസ്സുണ്ട്. നാട്ടിൽ നിന്ന് താഴെ രാജ്യത്താ വന്നു കുട്ടി. പുതുപ്പാടി. പുതുപ്പാടിയോ? ചെറുത്തിന് താഴെ. അവിടെയായിരുന്നു ആദ്യം വന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേ. അവിടെ അപ്പൻ്റെ ചേട്ടനും മറ്റൊക്കെ നേരത്തെ വന്ന് അവിടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കും. അവര് വെട്ടിപ്പിടിക്കും, സ്ഥലം എടുത്തു അവിടെ കൂടി. അങ്ങനെ എൻ്റെ അപ്പനെ വിളിച്ചു കൊണ്ട് ചാടിച്ചു. പിന്നെ ഞങ്ങള് ചെറുതേറ്റുകളല്ലേ. അപ്പുറത്തമ്മേന്റെ അപ്പനൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നതാട്ടോ. ഇവിടെ അടിവാരത്തായിരുന്നു. അതായത് നമ്മുടെ കോഴിക്കോട് അടിവാരം, നമ്മുടെ താമരശ്ശേരി ചുരത്തിന് താഴെ. നമ്മുടെ താമരശ്ശേരി ചുരമില്ല, അതിന്റെ താഴെയായിട്ട് ആദ്യമായിട്ട് പുതുപ്പാടിയില്ല ഞങ്ങള് താമസിച്ചത്. 25-ല്. 1925 അല്ല, സ്ഥലത്തിന്റെ പേര് 25-ാം മൈല്. ഒരു സ്ഥലത്തിന്റെ പേരടാ 25-ാം മൈല്. മൈല് 25-ാം മൈലില്ല ഞങ്ങള് താമസിക്കുന്നു. അവിടെ തന്നെയോട് കയറിയ 26, പിന്നെ 24 ഈഞ്ഞാപ്പഴം. നിങ്ങളോട് അതൊക്കെ പറഞ്ഞാ പോവില്ല ഞാനിന്നു. കഥ പറയാവുന്ന കൊറേ കഥകളുണ്ട് കേട്ടോ. പറഞ്ഞ കഥകളൊക്കെ കുറച്ചുകൊണ്ട് എൻ്റെ ഈ 10-11 വയസ്സ് മുതലുള്ള കഥ ഇങ്ങോട്ട് പറയാൻ സമയം പോരാ. അങ്ങനെ ഇവിടെ വന്നപ്പോ അപ്പുറത്തമ്മക്ക് അവിടുന്ന് അമ്മേനെ ഇവിടുത്തെ അമ്മേനെയും കൂട്ടുകിട്ടി. അതേപോലെ ഇവിടെ വന്നപ്പോ എന്റെ അച്ഛന്റെ അമ്മേനെ, അതായത് പങ്കജാക്ഷി അമ്മേനെയും കൂട്ടുകിട്ടി കേട്ടോ. ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു, എല്ലാം ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഞാൻ ഇച്ചിരി ഫ്രണ്ട്സായി.
നിങ്ങള് കഥ അപ്പൊ കേട്ടോളും ഇങ്ങനെ പറഞ്ഞു. കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാറിക്കുട്ടി അമ്മച്ചി ഇവിടെ റേഷൻ കട വന്നേ കേട്ടോ. കന്നഡ അമ്മച്ചിയുടെ കന്നഡ ഞാൻ നോക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കായി. കുഞ്ഞിപ്പെണ്ണ് കഥ കേട്ട് കഥ കേട്ട് അപ്പുറത്തമ്മന്റെ കഥ കേട്ടിട്ട് ഉറങ്ങി കേട്ടോ. നമുക്ക് കഥ പറയാട്ടോ ഒരു വെച്ചോ. വെയിലായില്ലേ? കൊറച്ച് കഴിഞ്ഞ് പോയാ പോരാ, വെയിലല്ലേ? കുളിക്കാൻ വെള്ളം വെച്ചു കൊടുക്കാം. അപ്പൊ മോളിക്കൂട്ടെന്നാണ്ട് ഇവിടെ അരി ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അരിയൊക്കെ നന്നാക്കുന്നുണ്ട്. തന്നെയാണോ? മാറിക്കുട്ടി അമ്മച്ചി ഇറങ്ങും കേട്ടോ. ഇതല്ലാണ്ട് തന്നെയല്ലാതെ പിന്നെ ആരാ? ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം. നിങ്ങളൊക്കെ അങ്ങോട്ട് വരൂ. എന്താ? അയ്യോ, വരുവോ? എന്റെ പൊന്നേ, ഞാൻ ആദ്യമായിട്ട് എന്നെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗീവർഗീസ് പുണ്യാളൻ എന്നൊരു ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തമ്മേനെ കൂടെ പോയിട്ടാട്ടോ. ഞാൻ അപ്പുറത്തമ്മേനെ കൂടെ പള്ളിയിൽ പോവായിരുന്നു. എന്നെ പിടിച്ചോ നടക്കുന്നേന്ന്, ഞാൻ ഫോണ് പിടിച്ചോ നടക്കുന്നത്. എന്നെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഓർക്കുന്നുണ്ടോ? പള്ളിയിൽ എന്നെയും കൊണ്ടുപോകണം ഓർക്കുന്നുണ്ടോ? പള്ളിയിലും തൃശ്ശൂരൊക്കെ എന്നെ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ? പോയിട്ടുണ്ടോ? ഓ, എല്ലായിടത്തും പോകുമ്പോ ഞാൻ അപ്പുറത്തമ്മേന്റെ കൂടെ തന്നെയായിരുന്നു. എന്നെ എടുത്തോണ്ട് നടക്കും. ഏതൊക്കെയോ എനിക്ക് കവുങ്ങുന്തോട്ടൊക്കെ ഓർക്കുന്നുണ്ട് തൃശ്ശൂര്. അപ്പുറത്തമ്മേന്റെ മോളൊക്കെ തൃശ്ശൂരാണ്. ഞങ്ങൾ എടുത്തോണ്ട് നടന്നേ അമ്മച്ചി. ഞങ്ങൾ ഒരു ദിവസം വരാം. അയ്യോ അതിന് പോകാൻ പറ്റുമോ? ഞാനും വരാം. അപ്പൊ സാമ്പ് ഇറക്കി വിടാൻ പോകുന്നുണ്ട്. അവിടെ കല്ല് ഇറക്കിയത് കാരണം നല്ല നോക്കണോ. ഞാൻ ചെല്ലടാ കുഞ്ഞാ. അമ്മച്ചൊക്കെ തന്നെ ഇറങ്ങിപ്പോയി. കണ്ടോ എത്ര വന്നിട്ടുള്ളതില്ലേ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ മാറിക്കുട്ടി അമ്മച്ചി വന്നു പോയി. കഥകളൊക്കെ പറഞ്ഞു. കുറച്ച് കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിഷമായിട്ടോ. കുറച്ച് അമ്മച്ചി അത് പറയും. അമ്മച്ചിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേ എത്ര കഷ്ടപ്പെട്ടൊക്കെ അവര് വളർന്നു. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ എടുത്തോണ്ട് വളർത്തിയ അമ്മച്ചി ഇതാ ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോട്ടെ. എടുക്കാൻ ഇങ്ങനെ വയ്യ, എന്നാലും എടുത്തു കിട്ടോ. കൊറേ പെണ്ണ് തന്നെ കുതിരുവല്ലേ. അമ്മച്ചിയാണ് ഭയങ്കര സങ്കടത്തിൽ. അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ, അതായത് ഇവിടുത്തെ അമ്മച്ചി, കുഞ്ഞുവിന്റെ അച്ഛന്റെ അമ്മ, അവരൊക്കെ ഇപ്പൊ ഇല്ല. അപ്പം അതിന്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൊന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷമാട്ടോ. അപ്പൊ കൂട്ടുകാരി അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ നാളെ കാണാം. എന്തൊരു വിഷമുണ്ടോ? ശരി, നൊസ്റ്റാൾജിയ അല്ലേ? നൊസ്റ്റാൾജിയ ഓർക്കുമ്പോ വിഷമല്ലേ.